ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 52. പൂട്ടിക്കിടക്കുന്ന ഫ്ലാറ്റിന് മുമ്പിൽ നിന്നപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യം അനാമികയിൽ പേടി നിറച്ചു. ടോയ്ലറ്റ് ബോർഡ് തൂക്കിയിട്ടിരിക്കുന്ന തൻ്റെയും ജീനയുടെയും ഫ്ലാറ്റ്. അടുത്തുള്ള പല താമസക്കാരോടും അനാമിക ജീനയെപ്പറ്റി തിരക്കി നോക്കി. ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്തു പോയി എന്നല്ലാതെ പലർക്കും അവളെക്കുറിച്ച് ഒരറിവും ഇല്ലായിരുന്നു. ഒടുവിൽ ഫ്ലാറ്റ് ഓണറിനെ ഫോൺ ചെയ്ത് ചോദിച്ചു. ഒരാഴ്ചയായി ജീന പോയിട്ടെന്ന് മാത്രം അയാളിൽ നിന്നും വിവരം കിട്ടി. അവൾ എങ്ങോട്ട് പോയി, എന്തിന്, അതും തന്നോടൊരു വാക്കുപോലും പറയാതെ. സ്വയം ചോദിച്ച ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം കിട്ടാതെ അനാമികയ്ക്കൊന്ന് ഉറക്ക കരയാൻ തോന്നിപ്പോയി. നാട്ടിൽ നിന്നും താൻ നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ എത്തുന്നത് വരെ ഈ ഫ്ലാറ്റിൽ ജീന കാണുമെന്ന് താൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയും അസ്തമിച്ചതുപോലെയായി. ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, മെയിൽ അയച്ചാൽ അതിന് റിപ്ലൈ തരുന്നുമില്ല. വാട്സാപ്പിൽ കുന്നുകൂടി കിടക്കുന്ന തൻ്റെ മെസ്സേജുകളെ നീലവരകൾ ഇതുവരെ ആയിട്ടും തൊട്ട് തീണ്ടിയിട്ടില്ല. ഇനി താൻ എങ്ങോട്ടേക്ക് പോകും, എവിടെ ഇനി താമസിക്കും, എങ്ങനെ ജീവിക്കും, ആര് തനിക്കൊരു അഭയം തരും? ഇനിയൊരു തിരിച്ചുപോക്ക് തന്നെ കൊണ്ട് അസാധ്യമാണ്. ആ ഓർമ്മയിൽ തന്നെ അവൾ നീറിപ്പിടഞ്ഞുപോയി. അനാമിക. ആരുടെയോ പിൻവിളി കേട്ടപ്പോഴാണ് അവൾ ഒരു ഞെട്ടലോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത്. എതിരായി നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവളിൽ ആശ്വാസത്തോടൊപ്പം സന്തോഷവും മുളപൊട്ടി. തങ്ങളുടെ എതിർവശത്തായിട്ടുള്ള ഫ്ലാറ്റിൽ പുതിയതായി താമസത്തിനെത്തിയ ഒരു പാലക്കാട്ടുകാരി പെൺകുട്ടി റൂഹി. മുന്നോട്ടേക്ക് ആഞ്ഞ് അനാമിക അവളുടെ കൈ കവർന്നു സന്തോഷത്തോടെ. നീ എന്തേ അനാമിക ഇവിടെ? നീ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലെന്ന് ജീനയെ കണ്ടപ്പോൾ അവൾ പറഞ്ഞിരുന്നു. എന്തു പറ്റി നിനക്ക്? നിങ്ങളുടെ ഓഫീസ് പൂട്ടിപ്പോയത് കൊണ്ടാണോ? അവളുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോഴേക്കും റൂഹി ചോദിച്ചു പോയി. നീ ജീനയെ കണ്ടോ? അവളിപ്പോൾ എവിടെയാ? അവൾ എന്തേലും നിന്നോട് പറഞ്ഞോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? റൂഹിയെ പോലും പരിഭ്രമിപ്പിച്ചുകൊണ്ട് അനാമികയുടെ ചോദ്യം ജീനയെക്കുറിച്ചായിരുന്നപ്പോൾ. നിനക്ക് അവളോട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലേ അനാമികയെ? നീ എന്തിനാ ജീനയെപ്പറ്റി എന്നോട് ചോദിക്കുന്നത്? ഫ്ലാറ്റ് മാറിയ കാര്യം അവൾ നിന്നോട് പറഞ്ഞില്ലേ? റൂഹിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവൾ പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ഈ ആദി സാറിനിപ്പോൾ എന്താ പറ്റിയേ? കുമാരിയമ്മ വന്നത് ഇഷ്ടമായില്ലെങ്കിൽ അത് നേരെ പറഞ്ഞാൽ പോരെ? ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഉണങ്ങിയ തുണികൾ മടക്കി വെച്ചതെടുത്ത് അലമാരയിൽ അടുത്ത് വയ്ക്കുമ്പോൾ ദേവിക പിറുപിറുത്തു. മഹർഷിയുമായിട്ടുള്ള ആ രാത്രിയിലെ സംസാരം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദേവികയുടെ ആലോചന അതുതന്നെയായിരുന്നു. അന്ന് രാത്രി ദേഷ്യപ്പെട്ടു പോയത് പിന്നെ ആൾ മുന്നിൽ വന്ന് നിന്നാലും തന്നെയൊന്നും നോക്കാറില്ലെന്നുള്ള കാര്യം ദേവിക ഓർത്തു. ഞാനെന്തിനാ ഇനി ആ സുധിയുടെ വീട്ടിലേക്ക് പോകുന്നത്? എനിക്കെന്താ സുധിയുടെ അമ്മയോട് കാര്യം? അവർ വന്ന് മുന്നിലിരുന്ന് കാല് പിടിക്കുന്നത് പോലെ ഓരോന്നും പറഞ്ഞ് കരഞ്ഞപ്പോൾ സങ്കടം വന്നത് നേരാ. അതിനിങ്ങനെയൊക്കെ പറയണോ? പരിഭവം കൊണ്ടോ ആദിയുടെ ദേഷ്യത്തോടെയുള്ള അന്നത്തെ സംസാരം തന്നിലുണ്ടാക്കിയ സങ്കടം കൊണ്ടോ പെണ്ണിൻ്റെ കവിളുകൾ വീർത്തുപോയി. കുഞ്ഞിനെ തരത്തില്ലെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നോട് പൊയ്ക്കോളാനല്ലേ? ഞാൻ വേണ്ടെന്നല്ലേ? കുഞ്ഞിനു വേണ്ടി എന്നെ സഹിക്കുവാണെന്നല്ലേ അതിനർത്ഥം? സൂചി കയറ്റാൻ സ്ഥലം കൊടുത്തിടത്ത് തൂമ്പ കയറ്റിയതുപോലെയായി പെണ്ണിൻ്റെ ആലോചനകൾ. ഇതിപ്പോൾ ഈ കല്യാണം പോലും മോൾക്ക് വേണ്ടിയാ, മോളുടെ സന്തോഷത്തിന് വേണ്ടിയാ. ഇതിങ്ങനെ തന്നെ പോട്ടെ. ഓരോന്നും ആലോചിച്ചുകൊണ്ടാണ് ദേവിക വീട് മുഴുവനും അടുക്കി പെറുക്കി വെച്ചതും തൂത്തുവാരി തുടച്ചിട്ടതുമൊക്കെ. ശരീരമാകെ മുഷിഞ്ഞെന്ന് തോന്നിയതും ഉടുത്തു മാറുവാനുള്ള തുണിയെ എടുത്തുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറിയവൾ കുളി കഴിഞ്ഞ് ദേവിക ഒരു കോട്ടൺ സാരി വാരി ചുറ്റി. പതിവ് പോലെ മുടി കുളിപ്പിന്നൽ കെട്ടി പിന്നിലേക്ക് തുമ്പു കെട്ടിയിട്ടു പെണ്ണ്. നെറ്റിയിൽ ഇത്തിരി ഭസ്മം തൊട്ടു. ഒരു തുളസിക്കതിര് നുള്ളി മുടിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. അതോടെ അവളുടെ ഒരുക്കം അവിടെ അവസാനിച്ചിരുന്നു. അപ്പോഴാണ് അവൾ ചുവരിലെ ക്ലോക്കിലേക്ക് നീക്കിയത്. സമയം 6:30 ആവാറായിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ദേവിക വിളക്ക് വെച്ച് നാമം ചൊല്ലി. എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ മണി 8:30. വിശപ്പില്ലെങ്കിലും ഉച്ചയ്ക്ക് വെച്ച ചോറിൻ്റെ ബാക്കി ഇത്തിരി ചമ്മന്തിയും കടുകുമാങ്ങയും കൂട്ടി അത്താഴം കഴിക്കുമ്പോൾ അവളുടെ ചിന്തകൾ പിന്നീട് തത്തമ്മയെ ചുറ്റിപ്പറ്റിയായിരുന്നു കറങ്ങിത്തിരിഞ്ഞത്. പെണ്ണിൻ്റെ കഴിപ്പിപ്പോൾ കാവുമ്പാട്ട് നിന്നാണ്. ഉറക്കോ അവിടെ ആദിസാറിൻ്റെ കൂടെ തന്നെ. രാവിലെ തൻ്റെ കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരും. കുളിയും ദേവാരം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. ബാക്കിയുള്ള മുഴുവൻ സമയവും
അവിടെയുള്ള ആൾക്കാരോടൊപ്പം കളിയാണ്. ആള് ഭയങ്കര സന്തോഷത്തിലായതുകൊണ്ട് മാത്രം താനും ഒന്നും മിണ്ടാറില്ലപ്പോൾ. അല്ലെങ്കിൽ തന്നെ അവളെ ഒന്ന് വെറുതെ പോലും വഴക്കു പറയാൻ ആ വീട്ടിൽ ആരും സമ്മതിക്കില്ല. ആദിസാറിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടതുമില്ല. എങ്ങനെയൊക്കെയോ ചോറുണ്ട് പാത്രവും കഴുകി വെച്ചിട്ട് വീട് പൂട്ടിയവൾ നേരെ തറവാട് വീട്ടിലേക്ക് നടന്നു. മുറ്റത്തു നിന്നും ഉമ്മറപ്പടികൾ കയറി ചെന്നപ്പോഴേ കേട്ടു അകത്തു നിന്നുമുള്ള കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരിയും ബഹളവും. ആദിസാറായിരിക്കുമെന്ന് മനസ്സിലോർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന ദേവികയ്ക്ക് തെറ്റിപ്പോയി. കുഞ്ഞിപ്പെണ്ണ് വിശ്വാസ് സാറിനോടൊപ്പമാണ് കളി. സാറിനെ സോഫ സെറ്റിക്ക് ചുറ്റും ഇട്ട് ഓടിക്കുന്ന തത്തപ്പെണ്ണ്. അതിനൊപ്പം കിടന്ന് കൊച്ചുകുട്ടികളെ പോലെ തുള്ളുന്ന വിശ്വാസ് സാറ്. അതും കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ചിരിക്കുന്ന രാധമ്മയും നീലു. കയറി ചെന്ന ദേവികയ്ക്ക് പോലും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിക്കുട്ടികളെ പോലെയുള്ള കളി കണ്ട് ചിരി വന്നു പോയിരുന്നു. ആ, മോള് വന്നോ? ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. രാധ അവളെ കണ്ടതും ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ നേരമിരട്ടി രാധമ്മേ. ദേവിക അവർക്കരികിലേക്ക് ചെന്ന് നിന്നു. അമ്മയെ കണ്ടപ്പോഴേക്കും തത്തമ്മയും കളി നിർത്തി അവളുടെ മുകളിലേക്ക് ചാടിക്കയറി. രാധേ, അത്താഴം വിളമ്പിക്കോ, കഴിച്ചേക്കാം. വിശ്വൻ ദേവികയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഭാര്യയോടായി പറഞ്ഞു. ഞാൻ വിളമ്പാ, അമ്മയിരുന്നോ. സെറ്റിയിൽ നിന്ന് എഴുന്നേൽക്കുവാനായി തുടങ്ങിയ രാധയെ തടഞ്ഞുകൊണ്ട് ദേവിക പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണിനെ താഴെ നിർത്തിയിട്ട് അവൾ പോയതിൻ്റെ പിന്നിലായി നീലിമയും നടന്നു. അടുക്കളയിൽ നിന്ന് എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് ആക്കി വെച്ചപ്പോഴേക്കും വിശ്വവും രാധയും കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വിശ്വത്തിനും രാധയ്ക്കും വിളമ്പിക്കൊടുക്കുന്നതിനിടയിൽ താൻ കഴിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ദേവിക നിർബന്ധിച്ച് നീലിമയും പിടിച്ച് കഴിക്കുവാനായി ഇരുത്തി. കുഞ്ഞിപ്പെണ്ണ് വാ തുറന്നേ. രാധ കഴിക്കുന്നതിനിടയിൽ പല പ്രാവശ്യം തത്തമ്മയ്ക്ക് നേരെ കുഞ്ഞുരുളകൾ നീട്ടിയെങ്കിലും അവൾ വായ തുറക്കാനോ കഴിക്കാനോ കൂട്ടാക്കിയില്ല. തത്തമ്മയുടെ മടിയിലിരുന്ന് മുഖം തിരിച്ചു പിടിച്ചിരുന്ന് കളഞ്ഞു. അവൾക്ക് ഇതിനു മുമ്പ് ഞാൻ വാരിക്കൊടുത്ത അമ്മേ, ആശാട്ടിയുടെ വയറ് നിറഞ്ഞിരിക്കുവാന്നാ തോന്നുന്നേ. നീലിമ തൻ്റെ മടിയിലിരിക്കുന്നവളെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അഭി ഇന്നും വൈകുമോ മോളെ? പൊടുന്നനെ വിഷു എന്തോ ഓർമ്മയിൽ അവളോട് തിരക്കി. ബാംഗ്ലൂരിലേക്ക് പോയെന്നാ പറഞ്ഞേ. ഇനിയിപ്പോൾ നാളെ പ്രതീക്ഷിച്ചാൽ മതി. അവൾ മറുപടി നൽകി. ആ, അവന് ഓടി നടന്ന് മടുത്തു കാണും. ആദിയോട് പറയണം ഓഫീസിലെ പകുതി കാര്യങ്ങൾ ഇനി അവനോടും കൂടി നോക്കാൻ. പരിഹാരം എന്ന വേണം വിശ്വം പറഞ്ഞതും അതനുകൂലിക്കുന്ന മട്ടിൽ രാധയും തലയാട്ടി. ഇത്രയും നാൾ ഒറ്റയാനെ പോലെ നടന്നു. ഇനിയിപ്പോൾ അങ്ങനെ പറ്റുമോ? അവനും ഒരു കൂടും കുടുംബമൊക്കെ ആകാൻ പോവുമല്ലേ. വിശ്വത്തിൻ്റെ പാത്രത്തിലേക്ക് കറി വിളമ്പിക്കൊണ്ട് നിൽക്കുന്ന ദേവികയെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ടായിരുന്നു കാവുമ്പാട്ടമ്മയുടെ ആ സംസാരം. ദേവിക ഒന്നും മിണ്ടിയില്ല. അവൾ പരിഭ്രമത്തോടെ എല്ലാവരെയും ഒന്നും നോക്കിയതിന് ശേഷം ഇത്തിരി അകന്നു മാറി നിന്നു. അതൊക്കെ പോട്ടെ, ആദ്യം ഇന്ന് ഇവിടുന്ന് രാവിലെ ഇറങ്ങിപ്പോയതല്ലേ, ഇതുവരെ കണ്ടില്ലല്ലോ. ഇവൻ ഇതെവിടെ പോയി കിടക്കുക? പാത്രത്തിലെ അവസാന വറ്റും കഴിച്ചു കഴിഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനിടയിൽ വിശ്വൻ രാധയോട് തിരക്കി. ആരെയെ കാണാനായി എവിടെയോ പോയതാണെന്ന്. വരാൻ വൈകുമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രാധയും അത്താഴം കഴിഞ്ഞ് പാത്രവും കൊണ്ട് എഴുന്നേറ്റു. കുഞ്ഞിനെ ഇറക്കം വരുന്നെന്ന് തോന്നി ദേവികെ, നീ ഇവളെ ഒന്ന് എടുത്തേ. മടിയിലിരുന്ന് ഉറക്കം തൂങ്ങുന്നവളെ നോക്കി നീലിമ ആവശ്യപ്പെട്ടു. അമ്മയുടെ കുഞ്ഞിപ്പെണ്ണു ആയോ? തത്തമ്മയെ എടുത്തുകൊണ്ടവൾ നേരെ ഗസ്റ്റ് റൂമിന് നേർക്ക് നടന്നു. എന്തു പറ്റിയോ എന്തോ, ഇന്ന് ആദിയില്ലാതെ കിടന്നുറങ്ങിയിട്ടുണ്ട്. മുറിയിലേക്ക് കയറുമ്പോൾ രാധമ്മയുടെ സ്നേഹത്തോടെയുള്ള സംസാരം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. ദേവിക അരികിൽ കിടന്നുറങ്ങുന്ന തത്തപ്പെണ്ണിനെ നോക്കിക്കിടന്നു. പാവം, കളിച്ച് കളിച്ച് ക്ഷീണിച്ച് കിടന്നുറങ്ങുക. ആദ്യമായിട്ടാ ആദിസാറില്ലാതെ പെണ്ണിൻ്റെ ഈ ഉറക്കം. ഇടയ്ക്ക് എഴുന്നേൽക്കാതിരുന്നാൽ മതിയായിരുന്നു. മർഷിയെ കാണണമെന്ന് പറഞ്ഞാൽ താൻ എവിടെ നിന്നും എടുത്ത് കാണിച്ചു കൊടുക്കും. നെറ്റിയിലേക്ക് പടർന്നു കിടക്കുന്ന കുഞ്ഞിൻ്റെ മുടിയിഴകൾ മെല്ലെ മാടി ഒതുക്കി ചെവിക്ക് പിറകിലേക്ക് തിരികെ കയറ്റി വെച്ചുകൊണ്ട് അവൾ ആലോചിച്ചു. ശരിക്കും പറഞ്ഞാൽ ആദിസാർ ഇതെവിടെ പോയതാ? ഇങ്ങനെ പോകുന്ന പതിവില്ലാത്തതാണല്ലോ. രാവിലെ പോയതാന്നല്ലേ രാധമ്മ പറഞ്ഞത്. ഇനി എല്ലാവരും ഉറങ്ങുമ്പോൾ വെളുപ്പിനെങ്ങാനും കയറി വരുമോ? ദേവിക ഒരു നെടുവീർപ്പോടെ മലർന്നു കിടന്നു. കുഞ്ഞിപ്പെണ്ണ് നോക്കിയിരിക്കുന്ന ആദിസാറിന് അറിയാത്ത ഒന്നും അല്ലല്ലോ. എവിടെ പോയാലും തിരികെ വരാൻ ഇത്രയും താമസിക്കേണ്ട കാര്യമുണ്ടോ?
കാണാതിരുന്ന കുഞ്ഞു കരയെന്ന് ആളിനറിയില്ലേ? ഇപ്പം തന്നെ മണി 12 കഴിഞ്ഞു. അവനോടുള്ള പരിഭവം എന്തുകൊണ്ടോ ദേഷ്യത്തിലേക്ക് മാറുന്നത് ദേവികയ്ക്ക് സ്വയം അറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പക്ഷെ ദേവികയുടെ ഇരുചെവികളും ഒരു ചുവരിനപ്പുറമുള്ള മുറ്റത്തേക്ക് കൂർപ്പിച്ചു വെച്ചിരുന്നു അവൾ സ്വയം അറിയാതെ. ചുവരിലെ ക്ലോക്കിൽ 12:30 കഴിഞ്ഞതും മുറ്റത്തൊരു ബുള്ളറ്റ് ഇരമ്പിക്കൊണ്ട് വന്നു നിൽക്കുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞു. മെല്ലെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്കിറങ്ങി. മുൻവാതിലിന് നേർക്ക് നടന്നു പെണ്ണ്. ഡോർ തുറന്നതും ദേവി കാണുന്നത് ഉമ്മറത്തേക്ക് കയറി വരുന്ന ആദിയെയാണ്. നീ എന്താ ഉറങ്ങിയില്ലേ? പൊടുന്നനെ അവളെ അവിടെ കണ്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു അവനും. അത് പിന്നെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ. അവൾ എന്തൊക്കെയോ വിശദീകരണങ്ങൾ കൊടുക്കുവാനായി ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. ആ, അവളെ നോക്കി ഒന്ന് അമർത്തി മൂളിയിട്ട് മഹർഷി അകത്തേക്ക് കയറിയതും ദേവിക വാതിലടച്ച് തിരിഞ്ഞിരുന്നു. ചോറെടുത്ത് വയ്ക്കട്ടെ? മുകളിലേക്കുള്ള പടികൾ കയറുവാനായി പോകുന്ന ആദിയെ അവൾ പിന്നിൽ നിന്നും വിളിച്ചു. അവളുടെ വിളി കേട്ടിട്ടാവണം ചെക്കൻ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് തന്നെ നടന്നു ചെന്നത്. പാതിരാത്രി ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കോളിംഗ് ബെൽ അടിക്കാതെ തന്നെ വന്ന് വാതിൽ തുറക്കുന്നു. ചോദിക്കാതെ തന്നെ ചോറ് വിളമ്പട്ടെ എന്ന് ചോദിക്കുന്നു. എന്താ ദേവികെ ഇതിൻ്റെയൊക്കെ അർത്ഥം? കൈകൾ രണ്ടും നെഞ്ചിന് മുകളിൽ പിണച്ചു കെട്ടിവെച്ചുകൊണ്ട് അവൾക്ക് മുൻപിൽ ആദ്യം ഇത്തിരി ഗൗരവത്തോടെ നിന്നു. എന്തർത്ഥം സാർ? എനിക്കൊന്നും മനസ്സിലായില്ല. പരവേശത്തോടെ മുഖം കുനിച്ചു നിന്ന പെണ്ണിൻ്റെ കയ്യിലേക്ക് ഒരു കവർ ആദ്യം വെച്ചു കൊടുത്തു. അന്ന് കാവുമ്പാട്ട് വീട്ടിൽ ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. രാധമ്മയും നീലിമയും കൂടി ഒരു ചെറിയ സദ്യ തന്നെ എല്ലാവർക്കും വേണ്ടി ഒരുക്കിയെന്ന് പറയാം. ദേവിക അവരുടെ കൂടുവാനായി നോക്കിയെങ്കിലും അവരാ പെണ്ണിനെ സ്നേഹത്തോടെ മാറ്റി നിർത്തി. അവൾക്കും വല്ലാതെ സമാധാനം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ സുധിയിൽ നിന്നും ആജീവനാന്തകാലം രക്ഷപ്പെട്ടതിൻ്റെ ആനന്ദം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. തലേ ദിവസം രാത്രി ആദ്യ സാർ ഡിവോഴ്സ് പേപ്പർ കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ താൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഇത്ര വേഗത്തിൽ സുധിയിൽ നിന്ന് ഒരു മോചനം താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് കയ്യിൽ കിട്ടിയതും അമ്പരപ്പിനേക്കാൾ ഉപരി ഞെട്ടലായിരുന്നു തനിക്ക്. ഇന്നലെ രാത്രി എങ്ങനെ ഉറങ്ങാതെ വിളിപ്പിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ നേരെ ചെന്നത് വിശ്വം സാറിൻ്റെയും രാധമ്മയുടെയും മുറിയിലേക്കായിരുന്നു. കയ്യിലിരുന്ന പേപ്പർ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ വിശ്വം സാർ തൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പക്ഷെ രാധമ്മ മാത്രം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. കാര്യം അറിഞ്ഞപ്പോൾ നീലി അഭിസാറും തന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അന്നത്തെ ദിവസം ഉച്ചയായപ്പോൾ കാവുമ്പാട്ട് എല്ലാവരും കൂടിയിരുന്ന് സദ്യ കഴിച്ചു. കുഞ്ഞിപ്പെണ്ണായിരുന്നു സന്തോഷം മുഴുവൻ. അവൾ ആദിസാറിൻ്റെ മടിയിലിരുന്നാണ് സദ്യ ഉണ്ടത് പോലും. സദ്യവട്ടങ്ങൾ കഴിഞ്ഞതും വിശ്വം സാർ വിളിച്ചതനുസരിച്ച് എല്ലാവരും ഹാളിൽ കൂടി. കൂട്ടത്തിൽ തന്നെയും പിടിച്ചിരുത്തി. ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ നോക്കണം. വിശ്വം അവിടെ ഇരുന്ന് എല്ലാവരോടുമായി തീർത്തു പറഞ്ഞു, ഇത്തിരി ഗൗരവത്തോടെ. അത് കേട്ടതും ദേവിക പൊടുന്നനെ സോഫയിലിരിക്കുന്ന ആദിയുടെ മുഖത്തേക്കാണ് ആദ്യം നോക്കിയത്. ആ മുഖത്ത് പ്രത്യേകിച്ചൊരു സന്തോഷവും അവൾക്ക് കാണുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ആള് മടിയിലിരിക്കുന്ന തത്തക്കുഞ്ഞിനെ ഓമനിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് ഞാൻ തിരുമേനിയുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട്. രാധമ്മ സന്തോഷത്തോടെ ഭർത്താവിനെ അറിയിച്ചു. കല്യാണം എങ്ങനെ നടത്താനാ? പൊടുന്നനെ അഭി ഇടയിൽ കയറി. ബാംഗ്ലൂരിൽ നിന്നും രാവിലെ തന്നെ തറവാട് വീട്ടിലേക്ക് എത്തിയിരുന്നവൻ. എങ്ങനെ ആദി, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം? ചോദ്യം ആദിയോടായിരുന്നുവെങ്കിലും വിശ്വത്തിൻ്റെ നോട്ടം ദേവികയുടെ നേർക്കായിരുന്നു. അത് ഞാൻ... പെണ്ണ് വെപ്രാളപ്പെട്ടുകൊണ്ട് എല്ലാവരെയും നോക്കി. ഇതിലൊരഭിപ്രായം പറയാൻ അവളെക്കൊണ്ട് കഴിയില്ലായിരുന്നു എന്നതാണ് സത്യം. അവൾ വാതുറന്നിട്ട് എൻ്റെ കല്യാണം ഈ ജന്മത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെണ്ണിൻ്റെ പേടിയും വെപ്രാളവും ഒളിക്കണ്ണാൽ കണ്ടതും ആദ്യം മനസ്സിൽ പിറുപിറുത്തു. എല്ലാവരും വിളിച്ച് നടത്തണം എന്നുണ്ടോ അച്ഛേ? അഭി എല്ലാവരോടുമായി തൻ്റെ ഉള്ളിലുള്ള ചിന്താഗതി വ്യക്തമാക്കി. കാരണം അവനപ്പോൾ ചിന്തിച്ചത് ദേവികയുടെ നിലവിലുള്ള മാനസികാവസ്ഥയെപ്പറ്റി മാത്രമായിരുന്നു. കല്യാണം ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ചെറിയ രീതിയിൽ നടത്താം. അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചാൽ മതി. ആദ്യം അപ്പോൾ തന്നെ തൻ്റെ തീരുമാനം അറിയിച്ചു. എല്ലാവർക്കും അത് സമ്മതവുമായിരുന്നു. അതാ നല്ലത്, അല്ലേ മോളെ?
രാധ സ്നേഹത്തോടെ ദേവികയുടെ കൈ കവർന്നതും അവളൊന്ന് പുഞ്ചിരിക്കുവാനായി ശ്രമിച്ചു. കാര്യം കുഞ്ഞിനു വേണ്ടി വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചുവെങ്കിലും പെണ്ണിൻ്റെ മനസ്സിൽ അപ്പോഴും ഭയമായിരുന്നു. എങ്കിൽ നീ പോയി ഏറ്റവും അടുത്തുള്ള മുഹൂർത്തം കുറിപ്പിച്ചുകൊണ്ട് വാരാതെ, ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട. വിഷു അയാളുടെ തീരുമാനം പറഞ്ഞതും എല്ലാവരും അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ തലയാട്ടി. വൈകിട്ട് നീലിമയും കുട്ടി ഞാൻ പൊയ്ക്കോളാം, രാധ ഉറപ്പ് പറഞ്ഞു. ആദി കുറച്ചു നേരം കഴിഞ്ഞതും വിഷു അവനെ ഗൗരവത്തോടെ വിളിച്ചു. എന്താ അച്ഛേ? കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് തന്നെ അവൻ വിളി കേട്ടു. അഭിയെക്കൊണ്ട് ബിസിനസ് നോക്കാൻ ഒറ്റയ്ക്ക് പറ്റുന്നില്ല മോനെ, നീയും കൂടി ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. അത് ചോദിക്കുമ്പോൾ അയാളെ കുറ്റബോധം കാർന്നിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് കാവുമ്പാട്ടെ എല്ലാ ബിസിനസ്സുകളും ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ട് നടന്നവനാണ് ആദി. അന്നൊന്നും തനിക്കോ അഭിക്കോ യാതൊരു കാര്യങ്ങളും അറിയേണ്ടതായിട്ടും വന്നിട്ടില്ല. ബിസിനസ് നോക്കാൻ എല്ലാവരെക്കാട്ടിലും അവനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു താനും. പക്ഷേ തെറ്റായ ചെയ്തികൾ മൂലം ആദിയുടെ ബിസിനസ് ജീവിതം താറുമാറായി. എന്ന് തൊട്ട് പോണമെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി, ഞാൻ തയ്യാറാണ്. യാതൊരു ഭാവഭേദവും ഇല്ലാതെ മകൻ പറഞ്ഞത് കേട്ടതും അയാളുടെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ നെരിപ്പോട് ഒന്നുകൂടി ആളിക്കത്തി. ആ പറയാം, കല്യാണം ഒന്ന് കഴിയട്ടെ. മെല്ലെ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു പോകുന്ന വിശ്വത്തിൻ്റെ അവസ്ഥ അവിടെ ഇരിക്കുന്നവർക്ക് മോഹിക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റൂഹിയുടെ ഫ്ലാറ്റിലായിരുന്നു അനാമിക. അവൾ ജീനയെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് അനാമിക കണ്ണും വീഴ്ചിരുന്നു പോയി. ഞാൻ പറഞ്ഞ സത്യമായ കാര്യങ്ങളാണ്. നിങ്ങളുടെ കൺസ്ട്രക്ഷൻസ് കമ്പനി മൊത്തം തകർന്നു. അതിപ്പോൾ ഏത് കേസിൽപ്പെട്ട് കിടക്കുക. ഭീമമായ നഷ്ടപരിഹാരമാണ് ജീന വില്ലകളുടെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. അവൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്ത് പോയത്. അത് ഇലക്ട്രോണിക് സിറ്റിയിലേക്ക്. അവിടെ ഏതോ ഒരു ഓഫീസിലാണ് അവളിപ്പോൾ ജോലി ചെയ്യുന്നത്. നിനക്കിതൊന്നും അറിയില്ലായിരുന്നോ അനാമികയെ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത്രയ്ക്ക് കൂട്ടല്ലായിരുന്നോ നീയും ജീനയും? റൂഹി ഒട്ടൊരു സംശയത്തോടെ ചോദിച്ചു. പറഞ്ഞില്ല, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നെങ്കിലും കരച്ചിലിനെ അവൾ അടക്കി പിടിച്ചു. ഫോൺ എടുക്കുന്നില്ലേ? അതെന്തു പറ്റി? നിങ്ങൾ രണ്ടും കുഞ്ഞുനാൾ തൊട്ടുള്ള കൂട്ടല്ലേ? എന്തേ വല്ല പിണക്കവും ഉണ്ടായോ? അനാമികയുടെയും ജീനയുടെയും സൗഹൃദത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ റോഹി തുറന്നു ചോദിച്ചു. ഇല്ല, പിണക്കമൊന്നുമില്ല. എന്നോടെന്താ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. നീ കരയാതെ. അവളുടെ ഫ്ലാറ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല അനാമിക. പക്ഷേ ജീന വർക്ക് ചെയ്യുന്ന കമ്പനി ഓഫീസ് എനിക്കറിയാം. റൂഹി അവളുടെ സങ്കടം കണ്ടതും ഏതോ ഓർമ്മയിൽ പറഞ്ഞു. അതെയോ? നീ നീ എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവോ? തേടി നടന്ന് എന്തോ കയ്യിൽ കിട്ടിയതുപോലെ അവളുടെ കണ്ണുകൾ വിടർന്നു. മുഖം സന്തോഷത്താൽ വിളങ്ങി. ജീനയെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതിയെന്ന് മാത്രമേ അവൾക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ, കൊണ്ടുപോകാം. ഇന്നിനി പറ്റുമെന്നില്ല. നാളെ രാവിലെ നമുക്ക് പോയാലോ? റൂഹി തിരക്കി. ഇപ്പോൾ ഈ നിമിഷം ജീനയെ കാണാൻ മനസ്സ് തുടിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവളത് റൂഹിക്ക് വേണ്ടി അടക്കി. സർ, ഗസ്റ്റ് ഹൗസിന് മുൻപിൽ കെട്ടിയിട്ടിരിക്കുന്ന മാവിൻ്റെ സിമൻ്റ് തറയിൽ ഇരിക്കുന്ന ആദിയെ കണ്ടതും ദേവിക അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. അവനോടൊന്ന് സംസാരിക്കണമെന്ന് പെണ്ണിന് തോന്നിയിരുന്നു. ആ. കയ്യിലെ ഫോണിൽ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നവൻ അവളുടെ വിളി കേട്ട് മുഖമുയർത്തി ഒന്നും തോന്നി. സാറിന് എന്തിനാ എന്നോട് ദേഷ്യം? സാരത്തുമ്പ് വിരലുകൾക്കുള്ളിൽ തെരപ്പിടിച്ചുകൊണ്ടവൾ എങ്ങനെയൊക്കെയോ ചോദിച്ചു. സുധിയുടെ അമ്മ വീട്ടിൽ വന്നു പോയതിൽ പിന്നെ ആദ്യ സാർ എപ്പോഴും ഗൗരവത്തിലാണ്. എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ സംസാരം പോലും ഉള്ളൂ. പഴയ പോലെ ഒരു ചിരിയില്ല. അറിഞ്ഞുകൊണ്ടൊരു സഹായമില്ല. തന്നെ കാണുമ്പോൾ എന്തു ദേഷ്യം പോലെയാണ് ആളിന്. പല പ്രാവശ്യം ചോദിക്കണമെന്ന് ഓർത്തതാണ്. ചോദിക്കാൻ ഒരു ധൈര്യം വന്നില്ല. പക്ഷേ ഇന്നെന്തുകൊണ്ടോ ആളുടെ മൗനം തന്നെയും വല്ലാതെ തളർത്തുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല. ആദ്യ പെണ്ണിന് നേരെ നെറ്റി ചൊളിച്ചു. സാറിന് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? അന്ന് സുധിയുടെ അമ്മ ഇവിടെ വന്നതിൽ പിന്നെയാ. ദേവിക എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് ചോദിച്ചു പോയി. അതിന് ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? ചെക്കൻ അവളെ ഇത്തിരി ഗൗരവത്തോടെ തന്നെ നോക്കി. അല്ല, അത് പിന്നെ
പണ്ടത്തെ പോലെ ഇപ്പം മിണ്ടുന്നില്ലല്ലോ, അതുകൊണ്ടാ. ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് താൻ എന്താണ് സംസാരിച്ചതെന്ന് അവൾക്ക് ബോധം വന്നത്. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ദേവികയോട് മിണ്ടിക്കൊണ്ടിരുന്നത്? കയ്യിലിരുന്ന ഫോൺ തറയിൽ വെച്ചിട്ട് അവൻ മെല്ലെ അവൾക്കെതിരായി എഴുന്നേറ്റ് നിന്നു, കൈകൾ രണ്ടും നെഞ്ചിന് മുകളിൽ പിണച്ചു കെട്ടിക്കൊണ്ട്. അതോടെ ദേവികയിലുള്ള ധൈര്യം അപ്പാടെ ചോർന്നുപോയി. പെണ്ണിന് പേടിയും വെപ്രാളവും തുടങ്ങി. ചോദിക്കാൻ വന്ന സമയത്തെ അവൾ മനസ്സാ ശപിച്ചു. പറയൂ ദേവിക, പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ദേവികയോട് മിണ്ടിക്കൊണ്ടിരുന്നത്? ചെക്കൻ ചോദ്യം ആവർത്തിച്ചു. ദേഷ്യപ്പെടുന്നില്ലേ? അതാ ഞാൻ. ഉത്തരം പറയാനാവതില്ലാതെ പേടിയോടെ പരുങ്ങിക്കളിക്കുന്ന ദേവികയെ കെട്ടിപ്പുണരുവാൻ കൊതി തോന്നിയെങ്കിലും അവൻ അത് സ്വയം നിയന്ത്രിച്ചു എന്ന് വേണം പറയുവാൻ. എന്തു പറഞ്ഞാലും പെണ്ണിന് പേടിയും വിറയലുമാണ്. കാവുമ്പാട്ടെ ആദിദേവിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊന്നും ചേരില്ല. ദേഷ്യപ്പെടുന്നോ? ഞാനോ? എപ്പോ? ചെക്കൻ്റെ ചോദ്യത്തിനു മുമ്പിൽ വിറച്ചു നിൽക്കുന്നവളുടെ രക്ഷയ്ക്കെന്നവണ്ണം കാവുമ്പാട്ടെ മുറ്റത്തേക്ക് വിശ്വത്തിൻ്റെ കാർ വന്ന് നിന്നു. അതിൽ നിന്നും ആദ്യം പുറത്തേക്കിറങ്ങിയത് തത്തമ്മയായിരുന്നു. പിന്നീടാണ് വിശ്വ, അഭിയും രാധയും നീലിമയും ഇറങ്ങിയത്. അമ്മയ്ക്കും മർഷിക്കും കല്യാണായേ. കുഞ്ഞിപ്പെണ്ണ് ആദിയെയും ദേവിയെയും വട്ടം ചുറ്റിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു കൂവി.